എറിക്കയുടെ 5ാമത്തെ പിറന്നാളായിരുന്നു ഇന്നലെ. സർപ്രൈസ് നേരത്തെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവൾ എണീക്കുന്നതിന് മുന്നേ എല്ലാം വേറെ റൂമിൽ സെറ്റ് ചെയ്തായിരുന്നു. അവൾക്ക് സൈക്കിളാണ് വാങ്ങിച്ചത്. പക്ഷേ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും കണ്ടില്ല. ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ ഫോട്ടോസ് എടുക്കാൻ പോയി. അപ്പോൾ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവൾ ചൂസ് ചെയ്ത ഡ്രസ്സാണ്. അതായത് വേറെ ഡ്രസ്സും ഇട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. അതിനുശേഷം കുറച്ച് ഹീലുള്ള ചെരുപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലോമോ വീഡിയോ എടുത്തു. അതാണിത്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്തപ്പോഴേക്ക് വിശപ്പായി. അപ്പോൾ അവൾക്ക് പിസ്സ ഇഷ്ടമാണ്. നമ്മൾ സ്ഥിരം ഡൊമിനോസിലാണ് പോകാറ്. അപ്പോൾ അവിടെ ആയിട്ട് ആൾക്കാരായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവിടെ പോയി പിസ്സ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഈവനിങ് ആണ് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തത്. ഫ്രണ്ട്സ് എല്ലാം നാട്ടിലായ കാരണം തന്നെ ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. നമ്മൾ 4 പേരും ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലിപ്പോൾ എല്ലാ ഇവൻസിനും വൈഫ് തന്നെയാണ് കേക്ക് ഉണ്ടാക്കാറ്. വൈഫ് ഉണ്ടാക്കിയതുകൊണ്ടല്ല കേക്ക് അടിപൊളിയായിരുന്നു. ഇത്തവണ റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു. പിന്നെ ബ്രൗണിയും അതേപോലെ ഡോണറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിരുന്നു വൈഫ്. കേക്ക് കട്ടിങ് കാണുന്ന പോലെ അത്ര സമാധാനപരമൊന്നും അല്ലായിരുന്നില്ല. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേക്ക് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. അതിനുശേഷം പിന്നെ ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ കരി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഔക്കാദ് പാർക്കിൽ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കാണാൻ പോയി. അപ്പോൾ അവിടെ കുറേ നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഡാൻസ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. എസിയും എരിക്കയും ഞങ്ങളെ തോളത്തിരുന്നാണ് പ്രോഗ്രാമൊക്കെ കണ്ടത്. അപ്പോൾ അവർ ഓൾ ഡേ ഹാപ്പി ആയിരുന്നു അവർ. അപ്പോൾ എരിക്ക ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ ഷോൾഡർ കിടന്ന് ഉറങ്ങി. ലാസ്റ്റ് ഇവൻ്റ് ഈ സർക്കസാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്ത് പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു.